അങ്ങോട്ട് പോകുന്നവർക്ക് എല്ലാവരും ഇപ്പൊ ഉണ്ട് ഈ സാധനം. ഊണും കഴിച്ചാൽ വെച്ച് ഈ പോട്ടി അടിച്ചോണ്ടാണ് ഇവൻ ഇത്രയും നാളെ ഏത് വ്രതം നോക്കിയിട്ട് പ്രേരണയിരിക്കുന്നത്. പറഞ്ഞ നമ്മൾ അറിയാതെ ചെയ്യുന്ന കുഴപ്പങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പിന്നെ പോട്ടി ഐസ്ക്രീം വെജിറ്റേറിയൻ ആണെന്ന്. മുട്ട ചേർക്കുന്നിടത്തോളം കാലം നോൺ വെജ് അല്ലേ? മുട്ട ചേർക്കുമല്ലോ. അപ്പൊ ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ഐസ്ക്രീമിനകത്ത് മുട്ട ചേരുമെന്ന്. അപ്പം വെജിറ്റേറിയൻ അല്ലല്ലോ. അല്ല. അപ്പൊ അവിടെ വെജിറ്റേറിയൻ പ്രശ്നം വരുന്നില്ല. പിന്നെ പോട്ടി കഴിച്ചുകൂടാന്ന് ഏത് പുസ്തകത്തിലാണ് എഴുതിയിരിക്കുന്നത്? പോട്ടി എല്ലാവരും ഹോട്ടലിലൊക്കെ ഇരുന്ന് കഴിക്കുന്നതല്ലേ? തിന്നാൻ കൊള്ളാത്ത സാധനമൊന്നുമില്ലല്ലോ. അപ്പൊ നിയമപരമായിട്ട് ഒരു തടസ്സവും ഇല്ല. മനസ്സിലായ? അപ്പൊ നമ്മൾ അറിയാതെ ഈ പാവം ഇന്നലെയും 41 ദിവസം വ്രതം എടുത്ത് കഷ്ടപ്പെട്ട് ശബരിമല ചവിട്ടാൻ പോവാ. അവിടെ പോകുന്ന എല്ലായിടത്തും ഇരിപ്പുണ്ട്. എല്ലാ ഹോട്ടലും ഇരിപ്പുണ്ട്. സന്നിധാനത്തിൽ ആണ്ടാ നടപ്പന്തലില്ലേ, അതിന്റെ വലത്തുവശത്തിനകത്ത് ഞാൻ കഴിഞ്ഞ വർഷം അവിടെയുണ്ട് പോട്ടി. നടപ്പന്തലിന്റെ വലത്തുവശത്തൊരു ഹോട്ടലുണ്ട് ശബരിമലയിൽ, അവിടെയുണ്ട് പോട്ടി. അപ്പൊ നമ്മൾ പക്ഷെ നമ്മൾ ചതിക്കപ്പെടുന്നു. അറിഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യോ? നമ്മൾ ഇത്രയും പവിത്രമായിട്ട് എവിടുന്നൊക്കെ ആൾക്കാർ വരുന്നത്, ആ ആന്ധ്രയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എത്ര അവര് ഈ ശുദ്ധിയും ദരിദ്രവും ഒക്കെ എടുത്തല്ലേ വരുന്നത്, ഇല്ലേ? ഏറ്റവും കൂടുതൽ വരുന്നത് ഇവരൊന്നുമല്ല, ഇവിടുന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് വരും. മഹാരാഷ്ട്രയിൽ നിന്ന് വരുന്ന ആൾക്കാർ അവർ ചെരുപ്പ് പോലും ഇടാതെ വരുന്നത്. അവർ വേറെ പോയിരുന്ന കർണാടകക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ചാപ്പാട് പോലും ഋതുമതികളായിട്ടുള്ള സ്ത്രീകൾ ഉണ്ടാവുമെന്ന് പേടിച്ചിട്ട് വേറെ റൂം എടുത്ത് വരെയാണ് അവര് ഇതും കഴിച്ചേച്ച് ഇങ്ങോട്ട് വരുന്നത്. അവരെ കൊണ്ടാണ് ഇവിടെ കൊണ്ടുവന്ന് പോട്ടി തീറ്റിക്കുന്നത്. മനസ്സിലാക്കണം നമ്മൾ നമ്മുടെ ആ ഒരു ശൈലി പോകുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും നോൺ വെജ് ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, കഴിക്കരുത്. അല്ല വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഇനി അതവിടെ നിൽക്കട്ടെ. വെജിറ്റേറിയൻ അല്ലെന്ന് വെച്ചോ, ഇതിനകത്ത് ഈ സാധനങ്ങളൊന്നും ഇല്ലെന്ന് വെച്ചോ, ഇനിയൊരു കുഴപ്പമുണ്ട് ഐസ്ക്രീമിന്റെ പുറത്ത്. നിങ്ങളുടെ വീട്ടിൽ 100 രൂപയുടെ ഐസ്ക്രീം ഉണ്ടാക്കിയാൽ പോലും കുട്ടികൾക്ക് വേണ്ട, പിള്ളേർക്ക് 5 രൂപയുടെ മതി. അതിന്റെ തട്ടിപ്പ് എന്താണെന്നറിയോ? ഇതിനകത്ത് നിങ്ങൾ ഒരു സാധനം ഇടുന്നില്ല. സ്റ്റിറോയിഡ്, ഡ്രഗ്സ്, മയക്കുമരുന്ന്. അല്ല, മനസ്സിലായ? പിള്ളേർ പിന്നെയും പിന്നെയും തിന്നണമെന്ന് ആസക്തി ഉണ്ടാകുന്നതേ നമ്മുടെ എന്തു പറയുന്നത്, ഈ ആസ്മയ്ക്കൊക്കെ അസ്തലീന ഡർഫിലീനൊക്കെ കഴിക്കുന്നില്ലേ, അതിനകത്തൊക്കെ ഇടുന്നതാണ് സ്റ്റിറോയിഡ്. സ്റ്റിറോയിഡ് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം വെക്കും, അറിയോ? സ്റ്റിറോയിഡ് കഴിച്ചു നോക്കിയത് കുട്ടികൾക്ക് ഇങ്ങനെ ഇരിക്കുന്ന പിള്ളേരൊക്കെ നമുക്ക് ഒരു 30 ദിവസം ഇങ്ങനെ ആക്കി തരാം. എത്ര വെള്ളം വേണം. പക്ഷെ പിന്നെ കുറയ്ക്കാനായിട്ട് പറയില്ല കേട്ടോ. വണ്ണം വെക്കാനേ പറയാവൂ, കുറയ്ക്കാൻ പറയരുത്. രാജമാംസ രസായനത്തിനകത്തൊക്കെ ഇപ്പൊ ചേരുന്നുണ്ടേ. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നായിരുന്നു, മുഹമ്മേന്ന്. അവര് ഈ വണ്ണമാണ്. അവരെ ഭർത്താവ് ഫോറിന് പോയിട്ട് വന്നപ്പോഴത്തേക്ക് അവർ അയക്കിച്ച് വണ്ണം കൂടി. അപ്പൊ അതിന്റെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാർക്ക് അജമാംസം മേടിച്ചു കൊടുത്തു. ഇച്ചി വണ്ണം അവർക്ക് കിടന്നു. 3 കിലോ കഴിച്ചോളൂ, വണ്ണം കൂടി. ഇപ്പൊ കഴുത്ത് പോലും തിരിയത്തില്ല. സ്റ്റിറോയിഡ് കിടക്കുക. ഈ സ്റ്റിറോയിഡ് കിടക്കുന്നോളം ഇഷ്ടം പോലെ തിന്നോളും, വാരി വാരി തിന്നോളും. ഐസ്ക്രീം തന്നെ പിള്ളേർ വാരി വാരി തിന്നും. മനസ്സിലായോ? രണ്ടാമത് വീണ്ടും വീണ്ടും തിന്നാനുള്ള ആസക്തി ഉണ്ടാവും. കിടക്കുന്നത് എന്താണ്? മയക്കുമരുന്ന്. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കൊച്ചിനാളി ഒരമരുന്നിന്റെ സ്ഥാനത്ത് നാക്കയിൽ വെച്ച് കൊടുക്കുന്നത് മയക്കുമരുന്നാണെന്നുള്ള കാര്യം മറക്കരുത്. അപ്പൊ ഈ കുട്ടി 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ചെല്ലുമ്പോ അവൻ ആൻസും ശമ്പും പാൻപരാവും അടിച്ചിരിക്കും. ആര് കൊടുത്ത്? കുട്ടിക്കാലം മുതൽക്കേ നിങ്ങളുടെ ലഹരി ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കൊച്ചുങ്ങളുടെ ശരീരത്തൂടെ. അവൻ അതിങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. അതിനെ മാറ്റാൻ നിങ്ങളെ കൊണ്ട് പറ്റില്ല. അവൻ 8ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ അവൻ പിരിവിട്ട് കള്ളു കുടിക്കും. പിന്നെ അവനൊരു കുട്ടി ജനിക്കാൻ പോകുമ്പോഴാണ് സൂഹായി അടുത്ത വരാൻ പോകുന്ന തലമുറ ഈ പരുവത്തിലാണ് വരാൻ പോകുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പോഴേ തീരുമാനിച്ചോളൂ. ഒരു കാരണവശാലും അപ്പൊ കുട്ടികളെ മയക്കുമരുന്ന് കഴിപ്പിക്കുന്ന ആരാണ്? ആണോ? നമ്മൾ തന്നെ ആണോ? നേരത്തെ ഇപ്പൊ എന്താ ചിരിക്കാത്ത? പോട്ടി എന്നപ്പം ചിരിച്ചായിരുന്നു. ഇപ്പൊ ആരും ചിരിക്കുന്നില്ലല്ലോ. ചിരിക്കില്ല. കാരണം നിങ്ങൾ എല്ലാവരും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കുട്ടികൾക്ക് എല്ലാ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നുണ്ട്, ഇല്ലേ? കുട്ടിയിലെ കരയും. മട്ടൻ, മുട്ടയുടെ മഞ്ഞക്കരു കണ്ടാ, ചിക്കൻ, മനസ്സിലായോ? ഐസ്ക്രീം, തണുത്ത വെള്ളം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇൻസുലിൻ ചെലവാക്കുന്ന സാധനങ്ങൾ മൈദയാണ് ഏറ്റവും വലിയവൻ. കണ്ടാ, ഇതിനെ അങ്ങോട്ട് മാറ്റുമ്പോൾ തന്നെ ചിലപ്പോൾ ഷുഗർ അങ്ങോട്ട് മാറും. അവിടെ മരുന്നാണോ വേണ്ടുന്നത്, ശൈലി മാറ്റുവാണോ വേണ്ടുന്നത്?
നിങ്ങളുടെ കയ്യിലുണ്ട് ഇപ്പോണ്ട് മരുന്ന്. നിങ്ങൾ പഠിക്കും മൊത്തം. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ ഷുഗർ ഏത് ലെവലിൽ നിൽക്കുന്നു അത് നിങ്ങൾ പഠിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഏത് കണ്ടീഷനാണ് നിൽക്കുന്നത്? ഷുഗർ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ സെക്സ് പോയിരിക്കും. മനസ്സിലായോ? ആണായാലോ പെണ്ണായിക്കോട്ടെ, ഷുഗർ ആക്രമിച്ചിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സെക്സ് പോകും. സെക്സ് പോയിട്ടില്ല മനസ്സിലായിക്കോട്ടെ, ഇവർ ആക്രമിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. അവിടെയാണ് എന്റെ ഇന്ന് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മാർക്കറ്റിൽ ഇന്ന് നാട്ടിൻപ്രദേശത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലുത് സെക്സ് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ഷുഗർ രോഗികളുടെയാണ്. മനസ്സിലായോ? അപ്പൊ അവനത് ആ ഭാഗത്തേക്ക് ചെല്ലണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അതിനെപ്പറ്റി ഒന്ന് പഠിക്കട്ടെ. പഠിച്ചു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടാണ് മാറുന്നത്. ഇപ്പൊ ഇൻസുലിനൊക്കെ എടുത്തുകൊണ്ട് തുറന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് വരെ സെക്സ് കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവനതിന്റെ അർത്ഥം ആ ഇൻസുലിൻ തൽക്കാലത്തേക്ക് ആവശ്യമില്ല, അവനെ നേരെ പ്രകൃതിക്കകത്ത് വിടുക. പ്രകൃതിക്കകത്ത് വിട്ടിട്ട് ഫാസ്റ്റ് ചെയ്യട്ടെ. ഫാസ്റ്റ് ചെയ്തിട്ട് അവന്റെ പാൻക്രിയാസിനെ ഒരു പ്രാവശ്യം ഡെഡ് ചെയ്യിക്കട്ടെ. എന്നിട്ട് രണ്ടാമത് ഉത്പാദിപ്പിക്കാനുള്ള വകുപ്പ് കൊണ്ട് കൊടുക്കും. മനസ്സിലായോ? ക്ലിയറായി വരും. എത്ര പേര് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഷുഗർ ഒരു മരുന്നുമില്ലാതെ? 100 എണ്ണത്തിന് ഞാൻ നമ്പർ തരാം, ഫോൺ നമ്പർ വിളിച്ചു വെച്ച് നോക്ക്. നിങ്ങൾ ഓരോരുത്തരും മരുന്നിന്റെ പുറകിലാണ് ഓടുന്നത്. ആ വെള്ളം കുടിച്ചാൽ മതി, ഇത് കഷായം വെച്ചുകൂടി, ആ കഷായം വെച്ചുകൂടി. അതിനെപ്പറ്റി പഠിക്കാതാണ് കിടന്നീ കളിക്കുന്ന മൊത്തവും. ആധികാരികമായിട്ട് പഠിക്കുന്നില്ല. ആരൊക്കെ എന്തോ പറഞ്ഞിരിക്കുന്നു. ഒരു രോഗത്തിനും നിങ്ങൾ നല്ലോണം മനസ്സിലാക്കിക്കോളൂ. ഇപ്പോഴുള്ള ഒരുമാതിരിപ്പെട്ട രോഗങ്ങൾക്കൊന്നും മരുന്നില്ല മാർക്കറ്റിൽ. പറഞ്ഞു ആസ്മയ്ക്ക് മരുന്നുണ്ടാ? പറ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തരും. ആസ്മയ്ക്ക് മരുന്നുണ്ടാ? വേണ്ട. ഒരു ഗ്യാസിന് മരുന്നുണ്ടാ? ഒരു അസിഡിറ്റിക്ക് മരുന്നുണ്ടാ? അത് തരുന്ന തൽക്കാലം ഷുഗറിന്റെ